അബുദാബിയിൽ ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 3 കുട്ടികളുടെയും ഖബറടക്കം വിദേശത്ത് തന്നെ നടക്കും. മലപ്പുറം സ്വദേശിയായ അബ്ദുൽ ലത്തീഫും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടാണ് മക്കളായ അഷാസ്, അമ്മാർ, അയാഷ് എന്നിവരും വീട്ടുജോലിക്കാരി ബുഷറയും മരിച്ചത്. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിന്റെ ആഘാതത്തിലാണ് നാട്. ഇന്നലെയാണ് അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം കുഴിമണ്ണ സ്വദേശിയായ അബ്ദുൽ ലത്തീഫിൻ്റെയും ഭാര്യ റുക്സാനയുടെയും 3 മക്കളും ഒപ്പം തന്നെ വീട്ടുജോലിക്കാരെയും ദാരുണമായി മരണപ്പെട്ടത്. ഇപ്പോൾ പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വളരെ ഞെട്ടലുണ്ടാക്കുന്നൊരു സംഭവമാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇന്നലെ വൈകുന്നേരം ഒരു 3-4 മണിയോട് കൂടിയാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ പെട്ടെന്ന് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കാരണം അവർ 2 മാസം മുന്നേ ഇവിടെ വന്നിരുന്നു കുട്ടികൾ. അവർ വരുന്ന വെക്കേഷൻ സമയത്ത് ഇവിടെ വരുന്നതിന് ശേഷം ഇവിടെ മദ്രസയിൽ, മാണിത്തറ മദ്രസയിൽ പോകുന്നൊരു ചെറുതായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നല്ല കുട്ടികളായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു സങ്കടാജകമായ അപകടമാണ് ഇന്നലെ കേട്ടത്. ഇന്നലെ വെള്ളിയിലത്തെ അപകടം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വലിയൊരു ഷോക്കായിപ്പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കുട്ടി ICUവിലാണ്. ഒരു മൊത്തം 5 മക്കളാണ്. അതിൽ ഒരു കുട്ടി ഇപ്പം ICUവിലുണ്ട്. ആൾക്ക് പിന്നെ വലിയ പരിക്കുകളൊന്നുമില്ല. 3 പേര് തൽക്ഷണം മരിച്ചെന്നാണ് അറിഞ്ഞത്. അവരെ മറവാടൽ നാളെ അവിടെ വെച്ച് നാട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്. നാട്ടുകാരോടൊക്കെ വളരെ അടുത്ത ബന്ധം, വളരെ ഉഷാറായിരുന്നു. വളരെ നല്ല സ്വഭാവമുള്ള കുട്ടികളും അതേമാതിരി തന്നെ എല്ലാവർക്കും ഭയങ്കര കമ്പനിയായിരുന്നു. അയൽവക്കത്തൊക്കെ വളരെ ഉഷാറുള്ള കുട്ടികളായിരുന്നു. നാടിനെ സംബന്ധിച്ച് വലിയൊരു വേദനയാണ്. വളരെ വളരെ സങ്കടാജകമായ ഒരു കാര്യമായി. ഇന്നലെ 4 മണിയോട് കൂടി ഞങ്ങൾ, കാരണം ഇവിടെ വന്നിട്ട് ഇവരോട് എങ്ങനെ പറയുമെന്നുള്ള ഒരു ഇതിലായിരുന്നു. ഓരോ ഉപ്പാക്കുമ്മാക്കൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇവൻ്റെ ഉമ്മ, ലത്തീഫിൻ്റെ ഉമ്മ അതേപോലെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ നാട്ടുകാർ തന്നെ വല്ലാത്തൊരു സങ്കടത്തിലേക്ക് പോയി. അതെ, സംസ്കാര ചടങ്ങുകളൊക്കെ അബുദാബിയിൽ തന്നെയാണ് നടക്കുന്നത്. വലിയ ഒരു ആഘാതത്തിൽ തന്നെയാണ് നാടുള്ളത്. അനീസ് തോട്ടേക്കാടിനൊപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.